ഹായ് ഓൾ, എഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRB NTPC നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ്. 11,000-നടുത്ത് വേക്കൻസികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ വ്യത്യസ്തങ്ങളായ തസ്തികകളിലേക്കാണ് നിയമനങ്ങൾ നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അതിൽ തന്നെ നിയമനം നടത്തുന്ന ഗുഡ്സ് ഗാർഡ്, പൊതുവെ ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു തസ്തികയുണ്ട്, ഗുഡ്സ് ഗാർഡ്. അതായത് ഇപ്പോൾ അതിനെ ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ഗുഡ്സ് മാനേജർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ ഒരു തസ്തികയിലേക്കും നിയമനം നടക്കുന്നുണ്ട്. ആ ഒരു തസ്തികയിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ കരിയർ ഗ്രാഫ്, എത്ര രൂപ ശമ്പളം കിട്ടും, ഇതൊക്കെ നമ്മൾ അറിയണം. പലപ്പോഴും നമ്മൾ ഇതിന് പ്രിഫറൻസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയണം നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ. എങ്കിൽ മാത്രമേ നമുക്ക് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യ പ്രിവിലേജ് അതിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് എപ്പോഴും നമുക്ക് നല്ല ജോലിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് കാരണമാകും. ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ നമ്മുടെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന തസ്തിക ഈ നിലവിലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടീസ് ഓൾറെഡി ഇട്ടിരുന്നു. ആ നോട്ടീസ് പ്രകാരം എത്ര വേക്കൻസികളാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഓൾറെഡി RRB പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ആകമാനം മൊത്തം എത്ര വേക്കൻസികളാണ് എന്ന് പറയുന്നുണ്ട്. ഇത് 2,685 വേക്കൻസികൾ ഉണ്ടാകും എന്നാണ് നിലവിലെ, അതായത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് റെയിൽവേയുടെ കണക്കിലുള്ളത് 2,684 വേക്കൻസികൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇനിയും ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പേ ബാൻഡ് 5-ൽ വരുന്ന ലെവൽ 7th CPC-യിൽ പേ ബാൻഡ് 5-ൽ വരുന്ന ഒരു സാലറി സ്കെയിലാണ്. ഇനിഷ്യൽ പേ 29,200 എന്നാണ് ഈ ഒരു സിമ്പിൾ വേർഡിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. വ്യക്തമായി കാണില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അവരുടെ സാലറി സ്കെയിൽസ് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ, അതിലേക്ക് നോക്കാം. ഇനിയും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. സാലറി കയ്യിൽ എത്ര കിട്ടും എന്ന് നമ്മൾ അറിയണം. നമുക്കത് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും നമ്മൾ കൂടുതൽ അറിയാൻ നിൽക്കുന്നില്ല. അതിൽ സാലറി ബേസിക് പേ, അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെയാണ്, 29,200 ഇനിയും DA ഉണ്ടാകും. DA ഒക്കെ എപ്പോഴും എന്താണ്, നമ്മുടെ ഓരോ സർവീസ് കൂടുന്നതനുസരിച്ചായിരിക്കും. ഇനിഷ്യലി കിട്ടണമെന്നില്ല, ഗ്രാജുവലി വരാം. അതിന്റെ 50% DA ഉണ്ടെന്നാണ് പറയുന്നത്. അത് 14,600 രൂപ DA ഇനത്തിൽ കിട്ടും. ഇനിയും ട്രാവൽ ആൻഡ് ഫിക്സ്ഡ് അലവൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ട്രാവൽ അലവൻസ് ഉണ്ട്. അത് 2,700 രൂപ വരും. ഇനി HR ഉണ്ടാവും. HR 2,920 ഉണ്ടാവും. അങ്ങനെ ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടും എന്ന് പറയുന്നത് 49,420 രൂപയാണ്. അതായത് 49,420 രൂപ, ഏതാണ്ട് 50,000 രൂപയ്ക്ക് അടുത്ത് തുക എന്തായി കിട്ടുന്നു, നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കിട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത്ര ചെറിയ തുകയൊന്നുമല്ല നിലവിൽ ഈ തുക എന്ന് പറയുന്നത്, നമുക്കറിയാം. ഇതാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ. ഇനിയും എന്തൊക്കെ അലവൻസ്, ഇപ്പൊ സാലറിയെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ട അലവൻസ് ആണ്. ഈ അലവൻസ് ശമ്പളം കൂടാതെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനിയും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നതാണ് കിലോമീറ്റർ അലവൻസ്. നമുക്കറിയാം ഈ ഗുഡ്സ് ഗാർഡിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ പിന്നിൽ എന്താണ്, ഗാർഡായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത് നോക്കാം. ഇനിയും അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് ശമ്പളം കിട്ടുന്നതിന് പുറമെ കിട്ടുന്നതാണ് കിലോമീറ്റർ അലവൻസ്. എന്തിനാണ്, ഡിസ്റ്റൻസ് ട്രാവലുകൾ ചെയ്യുന്നതിന്. ഇനിയും സെൽ അലവൻസ്, ഇനി ഓവർ ടൈം അലവൻസ്, മനസ്സിലായില്ലേ. ദെൻ റെഗുലർ ഡ്യൂട്ടി ഹവേഴ്സിലാണ് ഇതെല്ലാം കിട്ടുന്നത്. ഇനിയും നൈറ്റ് ഡ്യൂട്ടി അലവൻസ് സെപ്പറേറ്റ് ആണ്. ഇത് കൂടാതെ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി അലവൻസ്. ഇനിയും DA അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഡിയർനെസ് അലവൻസ് അത് ഓൾറെഡി കൗണ്ട് ചെയ്തതാണ്. ഇനിയും ട്രാവൽ അലവൻസ് നമ്മളെ പറഞ്ഞതാണ്. HR നമ്മൾ പറഞ്ഞതാണ്. ഇനിയും ഇത്രയും കാര്യങ്ങൾ കൂടാതെ നമുക്ക് കിട്ടുന്ന ഒരു അലവൻസ് ആണ് മെഡിക്കൽ അലവൻസ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർക്കുക: കിലോമീറ്റർ അലവൻസ്, സെൽ അലവൻസ്, ഓവർ ടൈം അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ആൻഡ് മെഡിക്കൽ അലവൻസ്. ഇത്രയും നമ്മൾ പറയാത്ത അധിക അലവൻസുകളാണ്. അപ്പം ഈ തുക എല്ലാം കൂടെ കൂടി വരുമ്പോൾ വലിയൊരു തുക കിട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ല. ആ ഒരു തുക ഒരു അപ്രോക്സിമേറ്റ് ആയിരിക്കും. ഒരിക്കലും സാലറിയുടെ ഒരു ഡബിൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. പൊതുവേ ഗുഡ്സ് ഗാർഡിനും അതുപോലെ തന്നെ LPക്കും ഒക്കെ, ലോക്കോ പൈലറ്റിനും ഒക്കെ നല്ല ശമ്പളമാണ്. ആ സാലറിക്ക് ഉപരി ഇത്തരത്തിലുള്ള അലവൻസ് കൂടി ചേരുമ്പോഴാണ് വരുന്നത്. അപ്പം ധാരാളം ശമ്പളം കിട്ടുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് ഈ വരുന്ന ഗുഡ്സ് ഗാർഡിൻ്റെതെന്നുള്ളത്. അടുത്തത് ജോബ് പ്രൊഫൈലാണ്. നിങ്ങൾ എന്തൊക്കെ ജോലിയായിരിക്കും ഇവിടെ ചെയ്യേണ്ടി വരുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് നോക്കുന്നത്. ആദ്യത്തേത് വെഹിക്കിൾ ഗൈഡൻസ് ആണ്, മനസ്സിലായില്ലേ. ഇനിയും അടുത്തത് ട്രെയിൻ ഇൻസ്പെക്ഷൻ ആണ്, മനസ്സിലായല്ലോ. വെഹിക്കിൾ ഗൈഡൻസ് ആണ്. ദെൻ
ട്രെയിൻ ഇൻസ്പെക്ഷൻ ആണ്. ഇനി ദെൻ ബ്രേക്ക് കണക്ടിവിറ്റി ആണ്. ഈ ബ്രേക്ക് കണക്ടിവിറ്റി നിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, രണ്ടുപേരും കൂടി LPയും നിങ്ങളും കൂടിയാണ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ട്രെയിൻ ഒരു വലിയ സംഭവമാണല്ലോ, 10-25 മീറ്ററോളം, അതിൽ കൂടുതൽ ലെങ്ത് വരുന്ന 10-22 ബോഗികളുള്ള അല്ലെങ്കിൽ ഇതുള്ള ഒരു സംഗതിയാണ്. അത് ഗുഡ്സിലാവുമ്പോഴും വലിയ ലെങ്ത് ആയിരിക്കും. അപ്പം അതിന്റെ ഹാഫ് വേയിൽ ബ്രേക്കിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഇനിയും ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ്, ബ്രേക്കിൽ പവേർഡ് ആണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കണം. ദെൻ in-motion monitoring, then report preparation, troubleshooting, work schedule, vehicle function monitoring, then coordination with the സ്റ്റേഷൻ മാസ്റ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് ഒരു ട്രെയിനിന്റെ പിറകിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത്യാവശ്യം റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്, അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അശ്രദ്ധ വലിയ അപകടങ്ങൾക്ക് പോലും കാരണമാകുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. എപ്പോഴും നിങ്ങൾ LVയിലാണ് ഇരിക്കുന്നത്, ലാസ്റ്റ് വെഹിക്കിൾ ആണ്. അപ്പോൾ LV പാസ് ചെയ്ത് പോകുന്നതനുസരിച്ച് നിങ്ങളവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓരോ സ്ഥലങ്ങളിലും ഓരോ നമ്പരും ഓരോ മയിൽക്കുട്ടികളും ഓരോ എംബ്ലങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളവർക്ക് മെസ്സേജ് കൊടുക്കേണ്ടി വരും. അതാണ് നിങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, ട്രെയിനിൽ തന്നെയായിരിക്കും. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയാണ് ഇതിന്റെ ജോബ് പ്രൊഫൈൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും കരിയർ, നമ്മൾ ഏതൊരു തസ്തികയിലേക്ക് ജോലിക്ക് കയറുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് സാലറിയേക്കാളും കൂടുതൽ കരിയറാണ്. നമുക്ക് എവിടെ വരെ എത്താം, എന്തുവരെ ആകാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കയറുന്നത് എപ്പോഴും എന്താണ്, ഗുഡ്സ് ഗാർഡായിട്ടാണ് കയറുന്നത്. ഗുഡ്സ് ഗാർഡ് സീനിയോറിറ്റി അനുസരിച്ച് ഗുഡ്സ് ഗാർഡിന്റെ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചർ ഗാർഡായിട്ടാണ്. അതായത് റെയിൽവേയിലെ തന്നെ പാസഞ്ചർ ട്രെയിനുകളെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ആൾക്കാരെ കൊണ്ട് പോകുന്ന ട്രെയിനിലെ ഗാർഡായിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുക. അതിന്റെ ഇതേ കാര്യങ്ങൾ, ഇതേ റെസ്പോൺസിബിലിറ്റീസ് തന്നെയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അത് പാസഞ്ചറിലായിരിക്കും. എപ്പോഴും അറിയാമല്ലോ, സാധനങ്ങളെക്കാളും കൂടുതൽ വാല്യൂ ഹ്യൂമൻ ലൈഫിനുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതി വരുന്നത്. ഈ പൈലറ്റ് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ബിഗിനേഴ്സ് ആയിട്ടുള്ള പൈലറ്റ്സ് എപ്പോഴും ട്രാവൽ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, ഗുഡ്സ് ആയിരിക്കും. അതിനുശേഷം അവർ പാസഞ്ചേഴ്സിനെ കൊണ്ടൊക്കെ പറക്കുകയുള്ളൂ. അത് പറയുന്ന പോലെ തന്നെ ഇവിടെ ആദ്യം ഗുഡ്സ് ആണ്, ഗുഡ്സിന് ശേഷമാണ് അവർ പാസഞ്ചറിലേക്ക് മാറുന്നത്. പാസഞ്ചറിന് ശേഷം എക്സ്പ്രസ് ഗാർഡിലേക്ക് മാറും. എക്സ്പ്രസ് പൊതുവെ എന്താണ്, കുറച്ചും കൂടി വേഗത കൂടിയ, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയതാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ്, എക്സ്പ്രസ് ട്രെയിനുകളുടെ ഗാർഡാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ഗാർഡ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളത്, ഈ ഒരു പോസ്റ്റിന് മുകളിലോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓഫീസർ പോസ്റ്റ് ആണ് കേട്ടോ, വലിയ പോസ്റ്റുകളാണ്. അത് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഈ സെക്ഷൻ കൺട്രോളിന് ശേഷം ചീഫ് കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ്. അങ്ങനെ ഇത്രയും ഈ ചീഫ് കൺട്രോളർ വരെ നിങ്ങൾക്ക് എങ്ങനെയാവാം, നോർമൽ കേസിൽ പ്രൊമോഷൻ കിട്ടിയാകാം. ഇത് നോർമൽ കേസിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയാവുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ ഒരു ഗാർഡായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻ റെയിൽവേ എക്സാംസിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും. 5 വർഷം 8 വർഷം എന്നൊക്കെയുള്ള സർവീസ് കാറ്റഗറിയിലാണ്. ആ ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും സെക്ഷൻ കൺട്രോളറുടെ പോസ്റ്റിലേക്കോ ചീഫ് കൺട്രോളറുടെ പോസ്റ്റിലോട്ടോ ഒക്കെയാണ് നിങ്ങൾ പ്രൊമോട്ടായിട്ട് മാറുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസും സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിട്ട് റെയിൽവേ കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഒരു ഗ്രാഫ് കൂടി കാണാം. എന്താണ്, ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റാണ്, പാസഞ്ചർ ഗാർഡ്, എക്സ്പ്രസ് ഗാർഡ്, സെക്ഷൻ കൺട്രോളർ ആൻഡ് ചീഫ് കൺട്രോളർ. കണ്ടല്ലോ, ഇങ്ങനൊരു വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗാർഡ് എന്ന് പറഞ്ഞാൽ. ഗാർഡ് അത്ര ചെറിയ ജോലിയൊന്നുമല്ല, ഉയർന്ന ശമ്പളമാണ്, ഉയർന്ന സ്റ്റാറ്റസ് ആണ്. നിങ്ങൾക്ക് ലൈഫിൽ ഉയർന്ന പദവികൾ വരെ എത്താൻ പറ്റുന്ന ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ റാങ്കിലേക്ക് വരെ എത്താൻ പറ്റുന്ന ഒരു തസ്തികയാണ് എന്നതിൽ സംശയമില്ല. ഇനി എനിക്ക് പറയുവാനുള്ളത് മറ്റൊന്നുമല്ല, ഏണസ്റ്റ് അക്കാഡമിയിൽ RRB NTPCയുടെ കോഴ്സ് വളരെ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായി എത്രയും പെട്ടെന്ന് പഠിത്തം തുടങ്ങിയാൽ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോഴ്സ് നേടാൻ പറ്റും. ഒരു 75-80 മാർക്കൊക്കെ നമ്മൾ CBT 1-ലും CBT 2-ലും ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും. CBT 1-ൽ 71 മാർക്കും CBT 2-ൽ ഒരു 100-120 മാർക്കും ഒക്കെ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല തസ്തിക തന്നെ കിട്ടുമെന്നതിൽ സംശയമൊന്നും വേണ്ട. അതിന് ചിട്ടയായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. അതിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സിലബസ് ബേസിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുക്കുക, അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ കോഴ്സ് ഓൺലൈൻ പ്ലസ് റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തു തരാൻ മെന്റേഴ്സ് ഉണ്ടാവും. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പറ്റും. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി അല്ലാതൊരു വാട്സാപ്പിന്റെ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസുകളാണ്. ടെസ്റ്റ് സീരീസുകളുടെ നിരവധി കോംബോ ആണ്
ആണ്. അതായത് നമ്മുടെ ഓരോരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്, വീക്കിലി ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇനി ടെസ്റ്റ് സീരീസുകൾ തന്നെ കംപ്ലീറ്റ് എക്സാം ടെസ്റ്റ് സീരീസുകൾ അടങ്ങുന്ന മൾട്ടിപ്പിൾ കോംബോ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസിന്റെ ഒരു ഫുൾ എപ്പിസോഡ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തന്നെ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലൈഫിൽ കിട്ടാൻ പോകുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയെ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.